കൃഷ്ണൻ. ഞാനാ. വരണം. ഹലോ. അല്ല സാറേ, ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയി. ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ. എന്നാലേ ഞങ്ങളും മെഡിക്കൽ പേഷ്യൻസാ. സാറിന് കച്ചവടത്തിനല്ലേ? രോഗം മാറിയിട്ട് മതി കച്ചവടം. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും കാണാൻ പറ്റും. അകത്തേക്ക് കയറിയാ പുറത്തേക്ക് ഇറങ്ങാൻ 1 മണിക്കൂർ എടുക്കും. അതിലിറങ്ങും ബാഗും തൂക്കി വരുന്നു. ബാലൻ ഞാനാ വരൂ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. എന്നോട് മലയാളത്തിലാ പറഞ്ഞ പുറത്തേക്ക്. ഉടനെ വിളിക്കാം. എന്നാ സ്വാമിയാണെന്ന് കണി കണ്ടത്. മുരളി സാർ ഡോക്ടറെ കണ്ടില്ലേ? അതിന് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. പുതിയ സാമ്പിളൊന്നും ഇല്ലേ? പഴയ സാമ്പിൾ പറഞ്ഞ ഡോക്ടറെ മുറിയിൽ ഇരിപ്പുണ്ട്. ഒരു 10-65 വയസ്സ് വരും. ചെന്ന് പറ്റുമെന്ന് നോക്ക്. പ്രേമവും ജോലിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഞാൻ പെടുന്നൊരു പാട്. ഞാൻ പേടിച്ചു പോയി. എവിടെയായിരുന്നു? ഒന്നും പറയണ്ട. ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരുന്നതാ. ഗായത്രി, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാണ്. ഇത് രണ്ടും കൂടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാ, എനിക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അയ്യോ, പഠിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ ഇപ്പൊ പറഞ്ഞത്? അയ്യടാ, രണ്ടും കൂടി നടക്കില്ല എന്ന് പറഞ്ഞത് എന്റെ കാര്യമാ. പ്രേമവും ജോലി രണ്ടും 2 ധ്രുവങ്ങളാ. അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ അല്പം കോമൺ സെൻസ് വേണം. അതെങ്ങനെ? തലക്കകത്ത് മുഴുവൻ ഇഡലിയും സാമ്പാറും അല്ലേ? എനിക്ക് വേഗം പോണം. ഞാൻ ടേപ്പ് ചെയ്തോണ്ടിരുന്നപ്പോ മാമി വന്നു. ഓഫ് ചെയ്യാൻ പറ്റിയില്ല. എന്നേക്കാൾ കൂടുതൽ മാമി പറഞ്ഞത് ഇതിലുള്ളത്. മാമിയുടെ ഡയലോഗ് കേൾക്കാനാണെങ്കിൽ എനിക്ക് കടയിൽ വന്നിരിക്കുമ്പോ കേട്ടാ പോരെ? എനിക്ക് ബസ് വരാൻ സമയം, ഞാൻ പോട്ടെ. ആ പൂവാലിന്റെ ശല്യം ഇപ്പോഴും ഉണ്ടോ? ഒന്നും പറയണ്ട, വലിയ ശല്യ. ദിവസമുണ്ട്. ഒരു ദിവസം ഞാനും വരാം. അന്നത്തോടെ അവസാനിപ്പിച്ചേക്കാം പോരെ? എടാ, കാണാൻ കൗതുകമുള്ള നല്ല സ്ഥലമാണ് ഇവിടെ. വെറുതെ അല്ല മുരളി ഇവിടുന്ന് പോകാത്തത്. മാമി, நான் നിൽക്കുന്നില്ല. മുരളി സാർ ഇവിടെ താമസിക്കുന്നു. വിളിച്ചിര മൊഴിയെ പാரு ആന്ത മാറി ഇருக்கு. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുക. നീ പേശാമോ? ഞാൻ ഗവനിച്ചിരിക്കേ. എടാ, അത് സ്വാമിയുടെ ഫാമിലിയാണെന്ന് തോന്നുന്നു. അത് നിനക്കെങ്ങനെ അറിയാം? കൂടെ വരുന്ന നായരല്ലേ, കണ്ടറിഞ്ഞോടെ? അയ്യോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ശ്രദ്ധിക്കാനാ? നീ പെണ്ണുങ്ങളെ പാവാടല്ലേ നോക്കൂ. പിന്നെ മാഷില്ലേ? ആ ഉണ്ട്. സ്വാമി ഇരിക്കും, ഞാൻ വിളിക്കാം. சாமி ஒரு அப்பாவியாச்சே. யாருக்கு வேணுனாலும் எப்ப வேணுனாலும் எது வேணுனாலும் பண்ணிக்கலாமே. എന്താ സ്വാമി പതിവില്ലാതെ? അല്ല, മാഷിനെ ഇന്ന് കടയിലോട്ടൊന്നും കണ്ടില്ല. അതെ, രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ കൈക്കും കാലിനൊക്കെ ഭയങ്കര വേദന. ഇന്ന് പുറത്തോട്ട് ഇറങ്ങിയില്ല. രാവിലെ മുതൽ ഞാൻ മാഷെ അന്വേഷിക്കുന്നതാ. ആ മുരളി ഉണ്ടല്ലോ, അവൻ വേറെ 2 കൂട്ടുകാരെ കൂടെ മുറിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക. ചോദിക്കാൻ ചെന്നപ്പോൾ അവൻ എന്നോട് പറയുക, കൃത്യസമയത്ത് തന്നെ വാടക വരുന്നുണ്ടല്ലോ, ബാക്കി പാലിച്ച കാര്യങ്ങളൊന്നും സ്വാമി നോക്കണ്ടാണ്. ഒരു ശനിയനെ ഒഴിപ്പിക്കാൻ തന്നെ നമ്മൾ പെടാതെ പാടുപെടുമ്പോൾ ഇതാ വേറെ 2 ശനിയനെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. ഇവങ്ങളെല്ലാം ഞാൻ എന്നാ പண்றது? ആ മുരളിയുടെ കയ്യിൽ നിന്ന് ഒരു വാളയറ്റിട്ട് എഴുതി മേടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ഇനിയിപ്പോ നല്ല വാക്ക് പറഞ്ഞ് ഒഴിപ്പിക്കുന്നതാണ് ബുദ്ധി. ഞാൻ സംസാരിക്കാൻ ചെന്നാൽ അവന് യാതൊരു വിലയുമില്ല. അവൻ മുതലോളിയും ഞാൻ വാടകക്കാരനുമാണെന്നാണ് അവന്റെ ഭാവം. എന്നാൽ സ്വാമി ഇനി അവനോടൊന്നും സംസാരിക്കണ്ട. അവനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. അതാ നല്ലത്. ഇന്ന് തന്നെ മാഷ് അവനെ പോയി ഒന്ന് കാണണം. കുറച്ച് ധന്യന്തരം കുഴമ്പ് മേടിച്ച് തേച്ചു കുളിച്ചാൽ കൈയിന്റെയും കാലിന്റെയും വേദനയൊക്കെ ഒന്ന് മാറി കിട്ടിയാലേ. സ്വാമിയുടെ കാശ് വല്ലതും ഇരിപ്പുണ്ടോ? ഒരു 10-20 രൂപ മതിയോ? ഉള്ളത് മതി. ഉണ്ടോ? ഉള്ളൂ. ഒരവൺസെങ്കിൽ ഒരവൺസ് വാങ്ങിച്ച് കഴിക്കാമല്ലോ.
അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അപ്പോ മാഷ് ഇന്ന് തന്നെ അവനെ വിളിച്ച് സ്ട്രോങ് ആയിട്ടൊന്ന് സംസാരിക്കണം. ഭാവി പോണം. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ധൈര്യമായിട്ട് പൊയ്ക്കോന്ന്. ആയുർവേദമാകുമ്പോ വേദന മാറാൻ കുറച്ച് സമയം പിടിക്കും. ചാരായമാകുമ്പോ അങ്ങ് കയറിക്കോളും. പ്രവാസുവേ, പ്രവാസു, നീ ചാരായ ഷാപ്പിൽ പോയിട്ടേ 200 മില്ലി ചാരായവും 2 മുട്ടയും കുറച്ച് കുരുമുളകിന്റെ പൊടി കൂടി വാങ്ങിച്ചോ. എന്താണത്? എന്ത് മുടി? ഫാഷൻ. എന്ത് ഫാഷൻ? പോയി മുടി പിടിച്ചു വേണം. പിന്നെ ആര്? സൈക്കിൾ ജാക്സണോ? പറഞ്ഞ വാടക കൃത്യമായിട്ട് എല്ലാ മാസവും 1-ാം തീയതി സ്വാമിയുടെ മേശപ്പുറത്തുണ്ടാവും. ഐശ്വര്യമായിട്ട് എല്ലാ 1-ാം തീയതിയും കൈനീട്ടം എന്റെ രൂപയാ. എന്റെ ഫ്രണ്ട്സിനെ അവിടെ താമസിപ്പിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരമൊന്നും സ്വാമിക്കില്ല. പൊളിച്ചു പണിയാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് സ്വാമിയുടെ വെറും നമ്പരാണ്. പിന്നെ ഞങ്ങളെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ട് വേറെ ആർക്കെങ്കിലും കൂടുതൽ വാടക കൊടുക്കാനുള്ള ഒരു അടവാ. അതൊന്നുമല്ല, പൊളിച്ചു പണിയാനുള്ള പ്ലാനൊക്കെ മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ സത്യമാണ്. മാഷ് 2 വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളോടൊക്കെ സംസാരിക്കണമെങ്കിൽ 2 വിടാണ്ട് പറ്റുമോ? കൂട്ടത്തിലൊരു വക്കീലുണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ. ആരാണാവോ? ഞാനാ? എന്താ? അല്ല, ചോദിക്കുന്നേ ഉള്ളൂ. പോലീസല്ലേ? അല്ല, എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, അപ്പോഴല്ലേ എല്ലാം കഴിയുള്ളൂ. നിങ്ങൾ സ്വാമിയെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയല്ലേ? അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും ഞങ്ങൾക്കില്ല. സ്വാമി എന്തെങ്കിലും ബഹളം വെച്ച് ഞങ്ങൾക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ മുനിസിപ്പൽ റെന്റ് ആക്ട് അനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വെറും 48 രൂപ ടാക്സ് കൊടുക്കുന്ന ആ ബിൽഡിങ്ങിന് വാടക ഇനത്തിൽ മുരളിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ സ്വാമി വാങ്ങിക്കുന്നത് അറിയാമോ? ഐ ആം ആൻ അഡ്വക്കേറ്റ്. മറ്റുള്ളവർ സംസാരിക്കുന്ന രീതിയിൽ എന്നോട് സംസാരിക്കരുത്. ഒരാളെ കൊന്നിട്ട് വന്നാൽ പോലും കൊന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നവരാണ് വക്കീലന്മാർ. വക്കീൽമാർക്ക് മാത്രം വീട് വാടകയ്ക്ക് കൊടുക്കരുതെന്ന് പറയുന്നതിന്റെ കാര്യം ഇതാ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്വാമി ഒരു പാവ. പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ലോഡ്ജ് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അത് മാത്രം മാഷ് പറയണ്ട. ദാറ്റ് ഇസ് ഇംപോസിബിൾ. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. ഇല്ലാത്ത നിയമമൊക്കെ പറഞ്ഞ് നീ അയാളെ വിരട്ടി കളഞ്ഞു. പാവം. മുനിസിപ്പൽ റെന്റ് ആക്ട്. വക്കീലാണെന്ന് പറഞ്ഞ് വല്ല മണ്ടത്തരമൊക്കെ അടിക്കുന്നത് സൂക്ഷിച്ചു വേണം. എടാ, ഞാൻ പോലീസാണെന്ന് ചോദിച്ചപ്പോ നീ അല്ലാന്ന് പറഞ്ഞതിനാ. ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സ്വാമി ഒന്ന് വരട്ടാമായിരുന്നു. അങ്ങനെ ചില നമ്പർ ഇട്ടില്ലെങ്കിൽ ആ മാഷ് നമ്മളെ വരട്ടിയല്ലേ. അതെ, എടാ സ്വാമിയുടെ ഇളയ മകള് കൊള്ളാമല്ലോ. വീഴൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ അഭ്യാസം ഒന്നും ഇവിടെ എടുക്കരുത്. ഇല്ല, ഇവിടെ വെച്ചെടുക്കുന്നില്ല. പുറത്ത് വെച്ചാകാമല്ലോ. ലക്ഷണം കണ്ടിട്ട് ഇവനെന്തോ ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓടാ, ഞാനിവിടെ വളരെ ഡീസന്റാ. വേണമെങ്കിൽ പ്രദേശത്തുള്ളവരോടൊന്ന് അന്വേഷിച്ചു നോക്ക്. അതൊക്കെ പോട്ടെ. സ്വാമിയുടെ മൂത്ത മകളോ? ഒരു പൂണൂലും കൂടെ ഇട്ടാ സ്വാമിയെ പോലെ തന്നെ ഇരിക്കും. നീ നിന്റെ പാട് നോക്കടാ. ഞാൻ ഇവ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല.